പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ഈ കാലത്തിൻ്റെ വിശുദ്ധരെന്ന് പറയുന്ന കൂട്ടത്തിലെ എനിക്ക് പെടുത്തുവാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങളെല്ലാം ഈ വിശുദ്ധൻ്റെ വാക്കുകൾ കേട്ട് ഈശോയെ അറിഞ്ഞവരുടെ ഗണത്തിൽപ്പെട്ടവരാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ഭാര്യ ഈശോയെ അറിയുവാൻ ഒന്നാമത്തെ കാരണം തോമസ് പോളിൻ്റെ ഏറ്റവും ആദ്യത്തെ ധ്യാനമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ പോലും ഞങ്ങൾ കടപ്പെട്ടവരാണ് തോമസ് പോളിനോട്. അങ്ങനെ ആയിരങ്ങളും പതിനായിരങ്ങളും നമ്മുടെ കേരളത്തിലും അതിനു പുറത്ത് ലക്ഷക്കണക്കിന് ദൈവജനങ്ങളെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന നമ്മുടെ കാലത്തിൻ്റെ ഒരു വിശുദ്ധനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും തോമസ് പോളിനെ. നമുക്ക് ഇന്നീ രാത്രിയിൽ ഈശോ നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹവചനങ്ങൾ നമുക്ക് തോമസ് പോൾ ബ്രദറിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ദൈവ കരങ്ങളിലേക്ക് തോമസ് പോളിനെയും കുടുംബത്തെയും എല്ലാം നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ അടിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് പ്രായത്തിൻ്റെ യാതൊരു കുറവും കാണിക്കാതെ ഈ പ്രായത്തിലും ഞാൻ യുവാവാണെന്ന് പറഞ്ഞുകൊണ്ട് കഴുകനെ പോലെ ശക്തിയോടുകൂടെ ഈശോയ്ക്ക് വേണ്ടി സഞ്ചരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനായ തോമസ് പോളിനെ ഈശോയുടെ നാമത്തിൽ മുസഫയിൽ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും വിശുദ്ധര് തന്നെയാണ്. മനസ്സിലായോ? നമ്മളെല്ലാവരും ആരാണ്? വിശുദ്ധരാണ്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ എപ്പോഴും പറയണതാണ്, മാമോദീസായിലൂടെ നമ്മളെല്ലാവരും മറ്റൊരു ക്രിസ്തുവാണ്. നമ്മൾ ആരാണ്? നമ്മൾ മറ്റൊരു ക്രിസ്തു. ഇപ്പം നമ്മൾ ഈ ആമുഖമായിട്ട് നമ്മളിൽ തന്നെ ദൈവം വസിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിച്ചു. എന്തോരം സ്വീകരിച്ചു ഈശോയെ? പകുതിയാണോ മുഴുവനായിട്ടാണോ? മുഴുവനായിട്ട് ഈശോ നമ്മളിൽ വന്നോ? ഒന്ന് ചിന്തിച്ചേ. ഏത്? ഈ സർവാധിപനായ കർത്താവ് മുഴുവനായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നോ? വന്നോ? ഇതുണ്ടോ? പകുതിയെ കൂടുതൽ ആൾക്കാർ പറയണേ ഇല്ല. കാരണം ഇത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. നമ്മൾ പാപിയും ബലഹീനനുമായ എൻ്റെ അകത്ത് എങ്ങനെയാണ് കർത്താവ് വരണ്ടേന്ന് വിചാരിച്ചിരിക്കുക. നമ്മളുടെ അകത്ത് ഈശോ വന്നോ? മാമോദീസായിൽ വന്നോ? സ്ഥൈര്യലേപനത്തിൽ വന്നോ? വിശുദ്ധ കുർബാനയിൽ വന്നോ? ഇനി എന്താ വേണ്ടേ? അപ്പോൾ ഇതാണ് നമുക്കുണ്ടാകേണ്ട ജ്ഞാനം. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം മുഴുവനും നിറഞ്ഞുവോ? നിറഞ്ഞോ? നിറഞ്ഞു. ആ ജ്ഞാനത്തെ നമുക്കൊന്ന് കാണാം. ഒരു കരം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിക്കുമ്പോൾ ഈ ഗാനത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ സ്വന്തം പ്രാർത്ഥനയാക്കി മാറ്റുക. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, എന്നിൽ കത്തിപ്പടരണമേ, ദൈവജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ, വിശുദ്ധി നൽകണമേ, വിശ്വാസം നൽകണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിലുള്ള എല്ലാ തിന്മകളും അങ്ങ് വിശുദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ ആത്മാവിലുള്ള എല്ലാ അശുദ്ധിയും അങ്ങ് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ കരുണയാൽ എന്നെ നിറയ്ക്കണമേ. ജ്ഞാനം നൽകണമേ,
പരിശുദ്ധാത്മാവേ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ എൻ്റെ പേര് ജോൺ അച്ഛനാണ്. ഒരു 2 വാക്ക് പറഞ്ഞ അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയാലോ? ഒരു മിനിറ്റ്. ഇതാ നമ്മുടെ കൂടെ ജോൺ അച്ഛൻ വന്നിരിക്കുന്നു. അച്ഛൻ 2 വാക്ക് പറഞ്ഞ് നമുക്കിത് പ്രതിഷ്ഠ കർമ്മം നടത്തിയിട്ട് ഈ 4 മാസത്തിനുള്ളിൽ നമ്മളെല്ലാം എത്രയോ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ഓരോ മാസവും നമ്മൾ മനസ്സിൽ കാണുന്നതിനേക്കാളും മനോഹരമായിട്ട് തമ്പുരാൻ നമ്മളെ ഒരുക്കുകയാണ്. ഓരോ നല്ല വചനത്തിൻ്റെ അഭിഷേകത്താൽ തന്നെ നമ്മളെ നിറച്ച് നമ്മുടെ ഈ ഇടവക ജനത്തെ ദൈവം അണിയിച്ചൊരുക്കുകയാണ് വചനത്തിൻ്റെ അമൃതൻ്റെ ഒരു അനുഗ്രഹത്താൽ. ഈ ഒരു മാസം പ്രത്യേകിച്ച് മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള വണക്കത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ഈ മാസം നമുക്ക് ബ്രദർ തോമസ് പോളിന് കിട്ടിയത് നമുക്കെല്ലാവരുടെയും വലിയൊരു അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു നീർച്ചാല് തന്നെയാണ് ഇദ്ദേഹം. ഞാൻ ഫിലോസഫിയൊക്കെ പഠിക്കുന്ന സമയത്ത് കാൽവരി ആശ്രമത്തിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഇപ്പോൾ ഈ പാടിയ പാട്ടുകളുടെ ഈരടികൾ അന്നത് ഇറങ്ങിയിട്ടുള്ളൂ. ഒരു 98-99 കാലഘട്ടത്തിൽ ബിഗിനിങ്, ഇറ്റ് വാസ് ഇൻ ദ ബിഗിനിങ്. കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് പുതിയൊരു ദിശാബോധം കൊടുത്തൊരു വ്യക്തി എന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം പറയുക. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ചൈതന്യം കൊണ്ട് ഈ ഗാനങ്ങൾ തന്നെ അല്ലേ, ഇറ്റ്സ് യുവർ ഓൺ ഐ തിങ്ക്. അത്രമാത്രം ജനഹൃദയങ്ങളിൽ ഈ ഗാനങ്ങൾ നിറയ്ക്കുകയും ഒരുപാട് മനുഷ്യ മനസ്സുകളിൽ നിന്ന് പൈശാചികത്വങ്ങളെ എടുത്തു മാറ്റുവാനും ആത്മാവിൻ്റെ നിറവ് അനുഭവിക്കുവാനും ഇത് ഈ നമ്മുടെ തോമസ് പോൾ ബ്രദർ വഴിയായിട്ട് സഭയ്ക്കും സമൂഹത്തിനും ലഭിക്കുകയുണ്ടായി. അന്നു മുതൽ ഇന്നേ വരെയുള്ള കാലഘട്ടത്തിൽ അത്രമാത്രം അനുഗ്രഹ വർഷങ്ങൾ ചൊരിഞ്ഞതാണ്. ഇന്നും ഈ പ്രായത്തിലും ഈ ഗൾഫിലെ ഈ മണലാരങ്ങളിലൂടെ വീണ്ടും വരുവാനും ഒരു പുത്തൻ ഉണർവ് കൊടുക്കുവാനും അതും ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ബ്രദറിൻ്റെ പ്രത്യേകമായിട്ടുള്ള ചൈതന്യം നിറയുവാനുമായിട്ടുള്ള കൃപാവരം നമുക്ക് ലഭിച്ചതിനോർത്ത് നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ നല്ലൊരു രാത്രി നമുക്ക് നൽകിയതിനെ ഓർത്ത്, വചനം ശ്രവിക്കുവാനായിട്ട് ദൈവം നൽകിയ ഈ ധന്യ നിമിഷത്തെ ഓർത്ത് ബ്രദർ തോമസ് പോളിനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് നിറച്ച് ഞങ്ങളിലേക്ക് വചനത്തിൻ്റെ അമൃതം വന്ന് നിറയുവാനും കൃപാവരത്താൽ ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കുവാനായിട്ട് ഈശോയെ ഈ സായാഹ്നം നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ആത്മാവിൻ്റെ വർഷം ചൊരിഞ്ഞ് നീ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും വചനത്തിൻ്റെ അഗ്നിയാൽ തന്നെ നീ നിറയ്ക്കുവാനും ഇരുതല വാളിൻ്റെ മൂർച്ചയുള്ള വചനം ഞങ്ങളുടെ അഗ്നിബന്ധങ്ങളിലേക്കും ഓരോ ചൈതന്യത്തിലേക്കും ഇറങ്ങി വന്നുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ചു കൊണ്ടുപോകാൻ ഈശോയെ ഞങ്ങളിലേക്ക്
ആത്മാവിന്റെ വർഷം ചൊരിയണമേ, അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനകളിലൂടെ ദൈവത്തിന്റെ ചൈതന്യത്താൽ ഈ മണ്ണിലേക്ക് തോമസ് പോൾ ബ്രദറിനെ ഞങ്ങൾക്ക് ലഭിച്ചതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആത്മാവിന്റെ വർഷം ആവോളം നിറയുവാൻ കൃപ നൽകിക്കൊണ്ട് നമ്മുടെ വലതുകരൻ നമുക്ക് നീട്ടിപ്പിടിക്കാം. ഈ മകൻ ആവോളം നന്മയുടെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രാർത്ഥന ചൈതന്യത്തിന്റെയും വചനം കൊണ്ട് ആവോളം ജനങ്ങളെ സ്പർശിക്കുവാനും ആത്മാവിനെ നിറച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ആയിരങ്ങളെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാനുള്ള കൃപാവരം നൽകി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹ ആശീർവാദങ്ങളാൽ പരിശുദ്ധാത്മാവിന്റെ 7 വരദാനങ്ങളാൽ ഈ മകനെ ആവോളം ആലിംഗനം ചെയ്ത് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവമേ ഈ മകനെ നീ വചനത്തിന്റെ അമൃത കൊണ്ട് നിറച്ച് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും സർവ്വവിധത്തിലുള്ള തിന്മകളുടെ ശക്തികള് ഇന്ന് ഞങ്ങളുടെ ഈ സമാഗമ കൂടാരത്തിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഓരോ മനസ്സുകളിൽ നിന്നും വചനം നിറയ്ക്കുവാനും അതോടൊപ്പം വചനത്തിന്റെ അഭിഷേകാഗ്നിയാൽ ഞങ്ങൾ ഓരോരുത്തരും നീ രൂപാന്തരപ്പെട്ടുകൊണ്ട് ഈ പുതിയൊരു മാസത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഞങ്ങളും സഭയ്ക്കും സമൂഹത്തിനും പുതിയൊരു സൃഷ്ടിയായി മാറുവാൻ കൃപാവരം നൽകി ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ തണലിന് ഈ മകനെയും അതോടൊപ്പം നിന്റെ ശുശ്രൂഷയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അമ്മയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനുടെ പേശുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലൈറ്റ് പ്രശ്നമാണോ? ഇല്ല. ഓക്കെ. യൂട്യൂബിൽ പിടിച്ച് അപ്ലോഡ് ചെയ്യാൻ താങ്ക് യു. ജോണച്ചൻ്റെ ഈ മനോഹരമായ ഇൻട്രൊഡക്ഷൻ നന്ദി പറയുന്നു. അത് കാൽവരിയിലാണ് കേരളത്തിൽ ആദ്യമായി നമ്മുടെ ഈ വിശുദ്ധീകരണ ധ്യാനം ഏറ്റവും പ്രത്യേകിച്ച് ഒരുപാട് വെളിപ്പെടുത്തൽ കിട്ടിയ ധ്യാനമായിരുന്നു. അന്നാണ് ദൈവരാജ്യത്തിൻ്റെ വലിയ കാര്യങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതിലൊരുപാട് അച്ഛന്മാർ, അന്ന് കാൽവരിയിലുണ്ടായിരുന്ന അച്ഛന്മാർ മിക്കവാറുമൊക്കെ ഇവിടെ വന്ന് പോയവരാ. പീറ്റർ അച്ഛൻ, ജോയി മെനാച്ചേരി, പിന്നെ ജോസ് മുണ്ടാട്. അപ്പോൾ ആ ബാച്ച് മുഴുവൻ വന്നിട്ടുണ്ട്. താങ്ക് യു അച്ഛൻ, വെരി ഗുഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്താൽ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട മറ്റുള്ള അച്ഛന്മാരുടെ എല്ലാവരുടെയും നാമധേയത്തിൽ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ സെന്റ് പോൾസ് ഇടവകയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇരിക്കാം. നമ്മൾക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ ഇല്ലേ? എപ്പോഴും നമ്മൾ നിർത്തണം? 9:10 മണി അല്ലേ? എല്ലാവരും സമ്മതിച്ചോ? 10 മണി വരെ ആരും വാച്ച് നോക്കരുത്. ശരിയാണോ? 10 മണി ഓർഗനൈസർ അവിടെ 9:30. ഓക്കെ, 9:30. ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ 9:30, 1.5 മണിക്കൂറുണ്ട് നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ടൈറ്റ് ചെയ്തു.